കേക്കച്ചൻ എന്ന തുരപ്പൻ. ആരാണ് കേക്കച്ചൻ? പരമ്പരയുടെ രണ്ടാം ഭാഗം. ഇദ്ദേഹം ഹൈക്കമാൻഡിൽ ചെലുത്തിയ സ്വാധീനത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയുന്നത്. ഈ ജില്ലയെ തന്നെ വെട്ടി നിർത്തിയതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലയിലെയും പ്രഗത്ഭരായ നേതാക്കളെ എല്ലാം വെട്ടി നിർത്തിയിട്ടുണ്ട്. എന്നെ പുറത്താക്കിയതിന്റെ പിറ്റേ ദിവസം മത്സ്യവണ്ടിയിൽ ഇയാൾ പൈസ അടിച്ചുകൊണ്ട് പോയിന്ന് പറഞ്ഞിട്ട് 2-3 പ്രമുഖ വ്യക്തികളാണ് എന്നെ കാണാൻ വന്നത്. യൂത്ത് കോൺഗ്രസിൽ ഒറ്റ വോട്ട് കിട്ടിയ ഒരാൾക്ക് പോകേണ്ട ഒരു സ്ഥലമാണെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അത് ആ പെൺകുട്ടീനെ ആക്കാൻ വേണ്ടി ഇയാൾ 50 വയസ്സിന് താഴെയാക്കി. ആന്റണിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അദ്ദേഹം VD ശശിന്റെ പല്ലടിച്ചു കൊടുത്ത അടിയല്ലേ അത്. ഇതിൽപ്പോ ഒരു നാണം കിട്ടിയ ഒരു പ്രതിപക്ഷ നേതാവ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. നെല്ലുള്ള പത്തായത്തിൽ തുരപ്പൻ തുരന്നെത്തുന്നത് പോലെ മുതലാക്കുവാൻ അവസരങ്ങൾ ഉള്ളയിടത്ത് തുരന്നെത്തുന്ന ആ തുരപ്പേശനെ കുറിച്ച് മിഷൻ 60യുടെ 38ാം ദിനത്തിൽ സിമി റോസ്ബെൽ ജോൺ മനസ്സു തുറക്കുന്നു. ഇയാൾ ഒരു സമരത്തിന് ഇറങ്ങിയതായിട്ട് നമുക്കൊരു ഓർമ്മയുണ്ട്. ഇയാൾ MLA അതിനു ശേഷം എല്ലാം നടത്തിയതായിരിക്കുള്ളൂ. ഇയാൾ 30 വർഷമല്ല മത്സരിക്കണേ. ഞങ്ങളുടെ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് KC വേണുഗോപാലിനൊക്കെ അറിയാം. ഇയാൾ ഇങ്ങനെ ഒരു തുരന്നു കയറുന്ന ഒരാളാണ്. തുരന്നു കയറി പാര വെച്ച് ചവിട്ടി, അതായത് ഈ രമേശ് ചെന്നിത്തലയെ നിഷ്ക്രിയനാക്കുന്നതിന് മുമ്പ് എല്ലാവരെയും ഈ ജില്ലയിലെ രമേശ് ചെന്നിത്തലയെ ശത്രുക്കളാക്കി. ഞങ്ങളത് അദ്ദേഹത്തോട് പറഞ്ഞതാണ്. എല്ലാവരും, അതായത് ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് മീതെ വാളാണ് എന്ന് തോന്നിക്കുന്ന എല്ലാവരും അതിനുള്ളൊരു കഴിവുണ്ട്. അതായത് രാഷ്ട്രീയ തന്ത്രങ്ങൾ മുഴുവൻ പയറ്റിയ ആളുകളെയാണ്. നിസ്സാരക്കാരെയല്ല, ഉമ്മൻചാണ്ടി സാർ അടക്കം. കാരണം എങ്ങനെയാണ് ഇദ്ദേഹം ഈ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് വന്നത്? ഹൈക്കമാൻഡ് പറഞ്ഞു അവർ പറയുന്ന അനുസരിച്ച് നിൽക്കണം എന്ന്. അപ്പം MLA അതല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ കൂടെ നിൽക്കുന്നവരായാലും രമേശ്, അവർ ചതി ചെയ്തതല്ല. ഇദ്ദേഹം ഹൈക്കമാൻഡിൽ ചെലുത്തിയ സ്വാധീനത്തിന്റെ പരിണിത ഫലമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയുന്നത്. ഇതുപോലെ പരാജയം മാത്രം കൈമുതലായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ്, പെരുമാറ്റ വൈകല്യമുള്ള പാർട്ടി പ്രവർത്തകരെ അടിച്ചാക്ഷേപിക്കുന്ന സരീൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു. ഞാൻ സരീനോട് ചോദിച്ചു, സരീൻ എന്തിനാ പാർട്ടി വിട്ടു പോയത് സരീൻ എന്ന് ചോദിച്ചു. അപ്പൊ സരീൻ പറഞ്ഞു, ഈ പാർട്ടിയിലെ സതീഷിന് 30 കൊല്ലമായിട്ട് മത്സരിക്കാമല്ലോ, മത്സരിച്ചുകൊണ്ടിരിക്കുക, അയാൾക്ക് മുഖ്യമന്ത്രിയാവാം. ഞാനൊന്ന് മത്സരിക്കാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. സീറ്റ് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ എന്നെ സഭ്യമല്ലാത്ത രീതിയിൽ അസഭ്യം പറഞ്ഞു എന്നാ പറഞ്ഞത്. തെറി പറയാതെ തെറി പറഞ്ഞു എന്നാ. അപ്പം സരിനെ പോലെയുള്ള അത്രയും ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളെ വരെ ഇയാൾ പട്ടിയെ പോലെയാണ് ആട്ടുന്നത്. ആത്മാഭിമാനം ഉള്ളവർക്ക്. പത്മജ വേണുഗോപാൽ എന്നോട് പറഞ്ഞു, ഇവരോട് ചോദിക്കുവാണേ നിങ്ങൾക്ക് ഇനി ഈ പാർട്ടിയിൽ നിന്ന് എന്താ കിട്ടാനുള്ളതെന്ന്. അപ്പൊ പത്മജ ചോദിക്കുവാണ്, ഈ സാമ്പത്തിക തട്ടിപ്പുകാരിയെ സ്റ്റേജിൽ കയറ്റി എടുത്തിട്ട് ഞാൻ 25 വർഷമായി സിമി പ്രവർത്തിക്കുന്നത്. കരുണാകരൻ്റെ മോള് പോട്ടെ, ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തൊട്ട് 25 വർഷമായി. എന്നെ ഇയാൾ ചവിട്ടി താഴ്ത്തിയിരുത്തുവാണ്, എന്നിട്ട് എന്നെ പരിഹസിക്കുവാണ്. ഇവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഈ ഒറ്റ വോട്ടുകാരി ഒരു വലിയ സമ്മേളനം നടത്തി മഹിളാ കോൺഗ്രസിന്റെ. അപ്പൊ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ആയതുവരെ കുറച്ച് പേരുണ്ടാവുമല്ലോ. ഇയാള് പ്രത്യേകം നിർദ്ദേശം കൊടുത്തു. JB ഞങ്ങളോട് പറഞ്ഞതാണ്, എന്നെയും പത്മജനെയും സ്റ്റേജിൽ ഇരുത്തണ്ടെന്ന്. ഞങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളുകളാണ്. ഞങ്ങളെ സ്റ്റേജിൽ കയറ്റാൻ ഞങ്ങൾ നോക്കിയപ്പോഴേ ഈ സ്റ്റേജിൽ എല്ലാവരുടെയും പേര് എഴുതി വെച്ചേക്കുക. ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അറിയാവുന്ന 4 വനിതകൾ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്, ഈ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള. കാരണം ഇയാൾ 50 വയസ്സിന് താഴെയാക്കി. രാജ്യസഭയിൽ അങ്ങനെ ഒരു ഭരണഘടനയിൽ രാജ്യസഭ അത്യാവശ്യം സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളും നടക്കാൻ പാടില്ലാത്ത ആളുകളും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും അതുപോലെ വിവിധ മേഖലകളിലെ പ്രഗത്ഭരും കലാകാരന്മാരും ഒക്കെ പോകുന്ന ഒരു ഇതാ. അതുകൊണ്ട് ഇലക്ഷന് മത്സരിക്കാൻ ആരോഗ്യമുള്ള യൂത്ത് കോൺഗ്രസിൽ ഒറ്റ വോട്ട് കിട്ടിയ ഒരാൾക്ക് പോകേണ്ട ഒരു സ്ഥലമാണെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അതൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അത് ആ പെൺകുട്ടീനെ ആക്കാൻ വേണ്ടി ഇയാൾ 50 വയസ്സിന് താഴെയാക്കി. ഒന്ന് ആലോചിച്ച് നോക്കി, 50 വയസ്സിന് താഴെ. അങ്ങനെ ഒരു അതേ സമയത്ത് ആസാമിൽ കൊടുത്തിട്ടുള്ള രാജ്യസഭാ അംഗത്തിന് അത് ബാധകമില്ല, ആ സെയിം ഒഴിവുകൾ നികത്തിയപ്പോൾ. അപ്പോൾ ഇതൊന്നും ചോദിക്കാൻ പാടില്ല ആരും. ചോദിച്ച ഇയാൾ പട്ടിയെ പോലെ ആട്ടും. നിങ്ങൾക്കൊക്കെ വീട്ടിൽ പോയിരുന്നൂടെ? ഞാൻ ചോദിക്കട്ടെ, ചാൾസ് MP അദ്ദേഹം PSC മെമ്പറായിരുന്നു. അദ്ദേഹം 3 തവണ പാർലമെന്റിൽ മത്സരിച്ചില്ലേ? ആന്റണി ഈസക്ക് ഈ PSC അംഗത്തെ രാജിവെച്ചിട്ട് എറണാകുളം പാർലമെന്റിൽ മത്സരിച്ചില്ലേ? അപ്പോഴൊക്കെ VD ശശിന്റെ വായിൽ പഴമായിരുന്നോ? അതുപോലെ വിജയലക്ഷ്മി PSC കഴിഞ്ഞിട്ട് പാർലമെന്റിൽ മത്സരിച്ചില്ലേ? ഒറ്റപ്പാലത്ത് മത്സരിച്ചില്ലേ?
അവർ KPCC ഭാരവാഹിയായില്ലേ? എൻ്റെ കൂടെയുള്ള ബേബീസൺ ഹരീന്ദ്രനാഥ് എൻ്റെ ബാച്ചിലുള്ളതാണ്. അവർ KPCC ഭാരവാഹികളായിട്ടിരിക്കുന്നില്ലേ? ഇയാൾ പറയും ഞാൻ CPM-ആയിട്ട് ഗൂഢാലോചന നടത്തി. TV കൂടി പറയുകയാണ്. ഞാൻ എന്ത് ഗൂഢാലോചനയും നടത്തിയത്? ഞാനിപ്പോൾ എന്നെ പുറത്താക്കിയിട്ട് ഇയാൾക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടോ? ആ ഒരു വർഷം മുമ്പുള്ള ഇയാളുടെ മുഖഭാവം നോക്കുക, ഇപ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജ് നോക്കുക, പ്രാന്ത് പിടിച്ച പോലെയാണ് അയാൾ സംസാരിക്കുന്നത്. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കാവ്യനീതിയാണത്, കാവ്യനീതി. കാരണം എന്നെ എന്തിനാണ് ദ്രോഹിക്കുന്നത്? എൻ്റെ യൂത്ത് കമ്മീഷൻ തെറിപ്പിച്ചു, എന്നെ പാർട്ടി പ്രവർത്തിക്കാൻ സമ്മതിച്ചില്ല, KPCCയിൽ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല, KPCC എക്സിക്യൂട്ടീവ് ഇയാളുടെ അച്ഛന് ശ്രീധനം കിട്ടിയതാണോ? എറണാകുളം ജില്ല. ഇയാൾക്ക് ഇഷ്ടമുള്ള സാമ്പത്തിക തട്ടിപ്പുകാരെയും യൂത്ത് കോൺഗ്രസ്സിൽ ഒറ്റ വോട്ട് കിട്ടിയാരെയും പിന്നെ വേറെ കുറേ സിൽബന്തികളുണ്ട്. ഞാൻ എൻ്റെ മാന്യത കൊണ്ട് ഞാൻ അതൊന്നും സംസാരിക്കുന്നില്ല. ഇയാളെ കൊച്ചി മേയറോട് മാറാൻ പറഞ്ഞ എന്തിനാ? മുൻ മേയറുണ്ട്, ഒരു മാന്യതയുള്ളൊരു പെൺകുട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, PT-യും വിശ്വസിക്കുന്നു, VM സുധീരൻ വിശ്വസിക്കുന്നു. അവർ പ്രൊട്ടക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ മേയർഷിപ്പ് ഇയാൾ തെറിപ്പിച്ചാനെ. അതെ അതെ. കാരണം അതെന്താണ് കാരണം PT-യുടെ ഭാര്യ ഉമ്മയ്ക്കറിയാം, VM സുധീരൻ അറിയാം. അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്നിട്ട് അവർക്കേ പിന്നീട് മത്സരിക്കാനേ കൗൺസിലറായിട്ട് അസംബ്ലിയും പാർലമെന്റും പോട്ടെ. ഈ വനിതകൾ വരണം എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു കൊച്ചി മേയറുടെ അവസ്ഥ, അവരെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല. പ്രവർത്തിക്കാൻ സമ്മതിക്കും, അവർക്ക് സീറ്റും കൊടുത്തില്ല. അവർ 5 കൊല്ലമായിട്ട് വെറുതെ വീട്ടിലിരിക്കുവാണ്. രാഹുലിനെതിരെ ഇത്രയും ഇദ്ദേഹം ശക്തമായ ആരോപണം വന്ന ഉടൻ തന്നെ നടപടിയെടുത്തു എന്ന് പറയുന്ന, കേരളത്തിലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും വേണ്ടി ഇന്ന് ശക്തമായ നടപടിയെടുക്കുന്ന സ്ത്രീത്വത്തിൻ്റെ സംരക്ഷകൻ എന്ന ചമഞ്ഞു വന്ന ഇയാൾക്കെതിരെ, ഇയാളുടെ ഈ 35 വർഷത്തെ ഹിസ്റ്ററി എടുത്താൽ ഇത്രയും മ്ലേച്ഛതകൾ പ്രവർത്തിച്ച, ഇത്രയും ആഭാസനായ ഒരു വ്യക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ എന്തുകൊണ്ടാണ് ആരും ഒരു പരാതിയുമായി അല്ല ഇയാളെ ഒന്ന് പൊളിച്ചെഴുതാൻ ആരും മുന്നോട്ട് വരാത്തത് എന്തുകൊണ്ടാണ്? ഇയാൾക്ക് മന്ത്രതന്ത്ര എല്ലാ കാര്യങ്ങളും ഇയാൾ ഒരു അഗ്രഗണ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്ത്രം മാത്രമല്ല, എല്ലാവരെയും നിശബ്ദരാക്കാനുള്ള ഒരു പ്രത്യേക സിദ്ധി ഇയാൾക്കുണ്ട്. കാരണം ഞാൻ അത്യാവശ്യം പ്രതികരിക്കുന്ന ഒരാളാണ്. ഒരു കാര്യം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നോട് എപ്പോഴും പിതാവ് പറയും, ക്ഷമ കാണിക്കണം എല്ലാ കാര്യങ്ങൾക്കും. നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് ദൈവം എപ്പോഴും നമുക്ക് കൂടുതൽ അവസരങ്ങൾ തരുന്നതെന്ന്. അപ്പം ഞാൻ അന്ന് വിനോദിനെ പിടിച്ച് കാൻഡിഡേറ്റ് ആക്കിയല്ലോ. വിനോദ് ജില്ലയിലുള്ളൊരു നേതാവാണ്. എല്ലാ പത്രക്കാരും, ഏഷ്യാനെറ്റിലെ കമലേഷ് അടക്കം എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് വന്നതാണ്. ഇപ്പം ഇയാൾ എന്നോടുള്ള പക പോക്കാൻ വേണ്ടിയാണ് അന്ന് വിനോദിനെ പ്രൊമോട്ട് ചെയ്ത് വിനോദിനാക്കിയത്. ഞാൻ ആ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു മര്യാദയ്ക്ക് ഞാൻ പോയി. അവിടെ സിറ്റി രജിസ്ട്രിംഗ് ഓഫീസർ എല്ലാ പത്രക്കാരുടെ മുമ്പിൽ വെച്ച് അയാൾ പറയുക, പട്ടിയാട്ടുന്ന പോലെ ഏട്ടാ, നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങൾ ആരാ ഈ പാർട്ടിയിൽ? നിങ്ങൾ എന്തിനാണ് വന്നത്? എവിടെ നോമിനേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾ വരണ്ടാന്ന്. അന്ന് മലയാള മനോരമയിലെ ശ്രീകുമാറിന് ഭയങ്കര വിഷമം തോന്നി. കൈരളി ചാനലിൻ്റെ ഫോട്ടോഗ്രാഫർ അല്ല വീഡിയോഗ്രാഫർ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് തന്നാൽ പരാതി കൊടുക്കണം, ഇത് വെർബൽ അബ്യൂസാന്ന് എന്നോട് പറഞ്ഞു. അന്ന് ഞാൻ ക്ഷമിച്ച് ഒരു പരാതിക്ക് പോവണ്ട എന്ന്. അത് രമേശ്ജിയോടും KC-യോടും ഞാനിത് പറഞ്ഞതാണ്. പട്ടിയാട്ടുന്ന പോലെയാണ് ഇയാൾ ആട്ടുന്നത് എവിടെ എന്നെ കണ്ടാലും. എന്തുമാത്രം PT-യുടെ ശവസംസ്കാര ചടങ്ങിൽ ഉമ്മ തന്നെ ഞെട്ടിപ്പോയി. ഞാനവിടെ ദീപ്തിനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ദീപ്തിയുടെ ഫോട്ടോയാണ്, ഉമ്മ താമസിൻ്റെ ഫോട്ടോ, സ്വന്തം ഭാര്യയുടെ ഫോട്ടോ കുറച്ചേ ഉള്ളൂ. എന്തിനാണെന്ന് പറയുമോ? ദീപ്തിനെ മത്സരിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു VD സതീശൻ്റെ ഹൈബീഡൻ്റെ. അവിടെ ഞാൻ ചെന്നപ്പോഴേ പട്ടിയെ പോലെ എന്നെ ആട്ടുവാണ്, പട്ടിയെ പോലെ. അവസാനം K സുധാകരന് വിഷമം വന്നിട്ടേ സുധാകരൻ എനിക്കൊരു കസേര ഇട്ട് തന്ന്. മനസ്സിലായോ? ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല ഇവരൊക്കെ എന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പരാതി അവരെ ഓർത്തിട്ടാണ് ഞാൻ ഇയാൾക്കെതിരെ അന്ന് പരാതി കൊടുക്കാതിരുന്നത്. ഓരോ അവസരങ്ങളും ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഇയാളെക്കാൾ ഈ പാർട്ടി പ്രവർത്തിച്ച ഇയാൾ ഇത്രയും മൃഗീയമായിട്ട് എന്നെ അപമാനിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ. എനിക്ക് ഈ പാർട്ടിയിൽ ഒരു നോമിനേഷൻ കൊടുക്കുന്ന സ്ഥലത്ത് പോകാൻ അർഹതയില്ലേ? ഇയാളെക്കാൾ ഈ പാർട്ടി ഞാൻ പ്രവർത്തിച്ചതല്ലേ? എനിക്ക് അവസരങ്ങൾ കിട്ടിയില്ല അസംബ്ലിയിലോ പാർലമെന്റിലോ പോകാനായിട്ട്. മനസ്സിലായോ? എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നില്ല. ഇപ്പം രാജ്യസഭയൊക്കെ കോടിക്കണക്കിന് രൂപ കൊടുത്താൽ കിട്ടുന്നതാണ് എല്ലാവരും പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ, ഞാൻ കേട്ടത് വെച്ച് ഞാൻ പറയുന്നത്. മെറിറ്റ് ഒന്നും വേണ്ടാന്ന്. അത് നമ്മുടെ ഏജ് വരെ മാറ്റിത്തരും അവർ. സീനിയർ സിറ്റിസൺ പോലും ആവണ്ട. അപ്പൊ എന്താണ് ഈ പാർട്ടി നടക്കുന്നത്? ഒന്നും ചോദിക്കാൻ പാടില്ലേ? ഒരു സ്ത്രീകൾ എൻ്റെ അടുത്ത് പരാതി പറഞ്ഞു. ഞാൻ ആ പരാതി KPCC പ്രസിഡന്റ് പറഞ്ഞിട്ട് നടപടി ഉണ്ടായില്ല. പക്ഷേ എന്നോടൊരു വിശദീകരണം പോലും ചോദിക്കാതെ
ഈ പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഈ പാർട്ടിയിൽ മാത്രമല്ല, എല്ലാ പാർട്ടിയിലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മെറിറ്റ്, ഞാൻ പറഞ്ഞില്ലേ, മെറിറ്റ് എന്തിനാണ് തഴയപ്പെടുന്നത്? ഒരാൾക്ക്, ഒരു ലീഡറിന് ഇഷ്ടമുള്ള ഒരു പെണ്ണിന് പോസ്റ്റ് കൊടുക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഈ പാർട്ടിയിൽ KPCC എക്സിക്യൂട്ടീവിൽ പോലും പ്രവർത്തിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ ഇയാൾ ആരാണ്? അതാണ് ഞാൻ ചോദ്യം ചെയ്തത്. എന്നോട് വീട്ടിലിരിക്കാൻ പറയാൻ, ഞാൻ അയാളുടെ ഭാര്യയോട് പറയാം അയാൾക്ക് വീട്ടിലിരിക്കാനായിട്ട്. എന്നോട് വീട്ടിലിരിക്കാൻ പറയാൻ ഇയാൾ ആരാണ്? ഇയാളെ പേടിച്ച് ഞാനാണ്. ഇയാൾ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കണം. അങ്ങനത്തെ ഒരു ആളല്ലാത്തത് കൊണ്ടാണോ? ഇയാളുടെ താൻപോരിമയും ഇയാളുടെ ധിക്കാരപരമായ പെരുമാറ്റവും ഇയാളുടെ ഏകാധിപത്യപരമായ പെരുമാറ്റവും എല്ലാം കണ്ടിട്ടും ഒരൊറ്റ കോൺഗ്രസ് നേതാക്കന്മാർ പോലും, മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പോലും മിണ്ടാതെ സൈലന്റ് ആയിരിക്കുവാൻ കാരണം എന്താണ്? അതെന്താണ്? ഇയാളെ ഭയക്കാൻ കാരണം എന്താണ്? ഞാനൊരു കാര്യം പറയാം. ഈ മഹാവൃക്ഷങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. പിന്നെയാണോ ഈ പാഴ്മരം? ഇദ്ദേഹം ഇങ്ങനെ അങ്ങോട്ട് അധികാരത്തിൻ്റെയും പക്ഷേ എവിടെ നിന്നോ കോടിക്കണക്കിന് രൂപ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലാണോ ഈ കിടന്ന് ഇതാ? ഞാൻ പറയട്ടെ, ഈ വിരലുണ്ടല്ലോ, ഈ വിരൽ ഈ അടുത്ത് ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിന് സ്ട്രോക്ക് വന്നിട്ട് കാണാൻ പോയി. അപ്പം ഒപ്പിടാൻ പറ്റുന്നില്ല. ട്രഷറിയിൽ ചെക്ക് ഒപ്പിടാൻ പറ്റുന്നില്ല, മനസ്സിലായോ? പിന്നെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒന്നുമല്ല ജീവിതം എന്ന് പറയുന്ന ഒന്നുമല്ല. ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഓഫീസറാണ്, റിട്ടയർഡ് ചെയ്ത്. ഒന്നുമല്ല ജീവിതം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു കാവ്യനിധിയാണ്. നമ്മൾ ഈ ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അദ്ദേഹം ലോകം മുഴുവൻ കീഴടക്കി തിമർത്താടിയില്ലേ, എല്ലാവരെയും നിശബ്ദരാക്കി. അദ്ദേഹത്തിൻ്റെ അന്ത്യം എന്തായിരുന്നു? ഈ മഹായുദ്ധങ്ങൾ ജയിച്ചിട്ടുള്ളൊരു വ്യക്തിയെ ഒരു പ്രാണിയാണ് കടിച്ചത്. ഈ പാലക്കാടുള്ള ഷാനീബ് ഉണ്ടല്ലോ, ഇപ്പോൾ CPM പോയ പട്ടിയെ പോലെ ആട്ടി ഓടിച്ചതാണ് പരാതി പറയാൻ ചെന്നപ്പോൾ. ആ ഷാനീബ് പറഞ്ഞു, ഞങ്ങളെയൊക്കെ പ്രാണീനെ പോലെ കരയുന്നത്. പൊട്ടിക്കരഞ്ഞു ഷാനീബിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ. ഞാൻ പൊട്ടിക്കരഞ്ഞില്ല. ഞാൻ എൻ്റെ ജപമാലയും നാരകീയ സർപ്പത്തിൻ്റെ തല തെറിപ്പിക്കുന്ന ഈ ജപമാലയിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യൻ വനിതയാണ് ഞാൻ. ഞാനും അമ്മയും ഞങ്ങളെ കുഞ്ഞുനാളിലെ മുട്ടുകുത്തി നിന്ന് അത് ചെല്ലിയില്ലെങ്കിൽ അടിക്കുന്ന ഒരു പിതാവാണ്. ആ ജപമാലയുടെ 25 മിനിറ്റ് കഴിയുന്നവരെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണമെന്നാ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു എന്നെയൊക്കെ പ്രാണിനെ പോലെ കരുതുവാണ് അയാൾ. പ്രാണി, ഇതിൻ്റെ അത് സരിൻ പ്രാണി, പത്മജ പ്രാണി, എല്ലാവരും നെവർ മൈൻഡ്, എല്ലാവരും മൈൻഡ് ചെയ്യേണ്ട ഇയാൾക്ക്. ഇയാൾ ഈ പ്രാണി ഉണ്ടല്ലോ, പ്രാണി കടിച്ചാലും മരണം സംഭവിക്കും. അത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന ലോകം കീഴടക്കിയ ഒരു ചക്രവർത്തിയുടെ ദാരുണമായ അന്ത്യത്തിലൂടെ, അതെൻ്റെ പിതാവ് പഠിപ്പിച്ചു തന്നൊരു കഥയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സതീശ, അധികമൊന്നും അഹങ്കരിക്കണ്ട. ഒരു വിധവയുടെ ശാപം നിങ്ങളുടെ പ്ലേറ്റിൽ എന്നും ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ ഈ KPCC എക്സിക്യൂട്ടീവ്, ഈ രമേശ് ചെന്നിത്തലയൊക്കെ ഇയാൾ സമ്മതിക്കുന്നില്ല. എന്നെ KPCC രമേശ് ചെന്നിത്തല എല്ലാവരോടും പറഞ്ഞത്, അന്ന് ഈ ഷാഫി പറമ്പിലുണ്ട്, താങ്കൾ ചോദിക്കാം താങ്കളോട്. ഷാഫി പറമ്പിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അൻവർ സാദത്ത് ഉണ്ട്, ഒരുവിധം എല്ലാവരും രമേശ് ചെന്നിത്തലയുടെ ഓഫീസിലുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞത്, സിമി PSC കഴിഞ്ഞാൽ നമുക്ക് സിമിനെ AICC മെമ്പറാണല്ലോ, AICCയിലേക്ക് വിടാം എന്ന് പറഞ്ഞതാണ്. എല്ലാവരും കേട്ടൊരു കാര്യമാണ്. അന്ന് മുതൽ ഇയാൾ പാര വയ്ക്കാൻ തുടങ്ങിയതാണ്. എന്നെ AICC മെമ്പറായി എൻ്റെ AICC അംഗത്വം തിരിച്ചു തന്നില്ല. അത് ഈ സാമ്പത്തിക തട്ടിപ്പുകാരിക്ക് കൊടുത്ത്. എൻ്റെ KPCC മെമ്പർ അത് സാമ്പത്തിക തട്ടിപ്പുകാരിക്ക് കൊടുത്ത്. എന്താണ് ഇതൊക്കെ ഞാൻ ചോദ്യം ചെയ്യാൻ പാടില്ലേ? അവർക്ക് കൊടുക്കാതിരിക്കുക ചെയ്താൽ ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. പക്ഷെ എൻ്റെ മെറിറ്റ് എനിക്ക് തരാൻ പാടില്ല എന്ന് അയാൾ ഇത്രയും ശാഠ്യം പിടിക്കുന്നത് എന്തിനാണ്? എൻ്റെ ഭാവി, ഇയാൾ യൂത്ത് കമ്മീഷൻ തെറിപ്പിച്ചതുകൊണ്ട് ഞാൻ ഭരണഘടനാ പദവി വന്ന് ഇല്ലേ? അല്ലെങ്കിൽ ഞാനൊരു ജസ്റ്റ് ഒരു യൂത്ത് കമ്മീഷനിൽ മാത്രമായിട്ട് എൻ്റെ ജീവിതം ഒതുങ്ങിപ്പോയിരുന്നു. അപ്പം ഇയാൾ എത്ര ദ്രോഹിച്ചാലും സർവശക്തനായ ദൈവം എന്നെ കൈവിടില്ല, എന്നെ മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഇയാൾ എന്നെ കൊല്ലാൻ നോക്കിയാൽ, എൻ്റെ മകനെ കൊല്ലാൻ നോക്കിയാൽ, എൻ്റെ കുടുംബം ഇല്ലാതാക്കാൻ നോക്കിയാൽ, തിരിച്ച് അയാൾക്കും ഒരു മകളുണ്ടല്ലോ, അത് മറക്കരുത് സതീശ. എൻ്റെ മകനെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് മകൻ അത്ഭുതകരമേ. എങ്ങനെയാണ് വണ്ടി ഇടിച്ചത്? അപ്പുറത്തെ ഓപ്പോസിറ്റ് റോഡിൽ നിന്ന് ഇവൻ പോകുന്ന റൂട്ട് നോക്കി വന്നിട്ടാണ് വണ്ടി ഇടിച്ചത്. അപ്പം ഇതൊക്കെ കാണുന്ന എൻ്റെ പ്രാർത്ഥനയുണ്ട് എൻ്റെ മകന്. പിതാവ് 11 വയസ്സിൽ നഷ്ടപ്പെട്ടൊരു മകനാണ്. അന്തസ്സോടുകൂടി, അഭിമാനത്തോടു കൂടി
1991 മുതൽ ഇൻകം ടാക്സ് കൊടുത്തിട്ടാണ് ഞാൻ ആ കുഞ്ഞിനെ വളർത്തിയത്. അപ്പോൾ അതൊക്കെ കാണുന്ന ഒരു ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വി ഡി സതീശൻ എന്ന ഈ വിഷപ്പാമ്പിനെ ശരിക്കും ആളുകൾ ഇൻഡെപ്തായിട്ട് അല്പമെങ്കിലും അറിഞ്ഞു തുടങ്ങിയത് ഈ രാഹുൽ വിഷയം വന്നതിന് ശേഷമല്ലേ? ഇതൊരു ചിലപ്പോൾ ഒരു നിമിത്തമായിരിക്കില്ലേ? ഇപ്പൊ രാഹുൽ വിഷയം കൊണ്ട് രാഹുലിന് ഈ ഒരു 40-45 ദിവസത്തെ മാനസിക പ്രയാസവും ഒക്കെ ഇമാരുണ്ടാക്കിയെങ്കിൽ പോലും അയാളുടെ ഗ്രാഫ് വളരെയേറെ ഉയർന്നു. എന്നാൽ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ആളുടെ അവന്റെ അധോഗതി എന്ന് മുതലാണോ അപ്രകാരം ഇയാൾ ഒരു ഡിസിഷൻ എടുത്തത്, അന്ന് തൊട്ട് ഇവന്റെ ഓരോ പടവുകളും ഇടിഞ്ഞു തുടങ്ങി. ഇവനൊരു വിഷസർപ്പമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇയാളുടെ ജീവിതത്തിലെ ശരിക്കും നാശത്തിന്റെ ഒരു തുടക്കമായിരുന്നില്ലേ അത്? ഈ ജില്ലയെ തന്നെ വെട്ടി നിർത്തിയതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലയിലെയും പ്രഗത്ഭരായ നേതാക്കളെ എല്ലാം വെട്ടി നിർത്തിയിട്ടുണ്ട്. ഇയാൾ ഈ അടുത്ത് വധേരയെ കുറിച്ച് ഇയാൾ പറയുന്ന ഒരു കമന്റ് മൊബൈലിൽ എന്നെ കേൾപ്പിച്ചു തന്നു. എൻ്റെ മൊബൈലിലോട്ട് അത് തന്നില്ല. അദ്ദേഹത്തിന് ഭയമുണ്ട്. ഒരു KPCC ഭാരവാഹിയാണ്. ഈ പാലക്കാട് ഇലക്ഷന് കളിയാക്കി പറയുകയാണ് വധേരനെ. ഇങ്ങനെ എല്ലാവരെയും പരിഹസിക്കും. ആ പരിഹാസം എന്ന് പറയുന്ന ഇയാളുടെ ഒരു മുഖമുദ്രയാണ്. ആളുകളെ ആട്ടിപ്പായിക്കുക, അപമാനിക്കുക. ഒരു ആത്മാഭിമാനമുള്ളവരുണ്ടല്ലോ, നാളെ എന്തെങ്കിലും പോസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ് അയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കും, അയാൾ മുട്ടുകുത്തിക്കാൻ പറഞ്ഞാൽ നിൽക്കും. പക്ഷെ അല്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുക, ഒരു പദവിക്കപ്പുറത്ത് എൻ്റെ അഭിമാനത്തിന് ഞാൻ വില കൊടുക്കുന്ന ഒരാളാണ്. പദവിക്കപ്പുറത്തുണ്ട് എൻ്റെ ശിരസ് ഉയർന്നു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇയാളെ സ്വാധീനിച്ച് എനിക്കൊരു പദവിയും വേണ്ട. ഇയാൾ എവിടെയൊക്കെ എൻ്റെ പദവി തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവം എന്നെ ഉയർത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറോ രമേശ് ജിയോ KC വേണുഗോപാലോ ഒക്കെ ഒരു പരിധി വരെ, KC വേണുഗോപാലിൻ്റെ ഒപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം എൻ്റെ മോനോട് പറഞ്ഞ എന്താണെന്നറിയോ? യു ക്യാൻ ബി പ്രൗഡ് ഓഫ് യുവർ മദർ. ഇന്നും KC വേണുഗോപാലിൻ്റെ വീട്ടിൽ ചെന്നാലുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ ആശ ഉണ്ടല്ലോ, അവിടെ 500 പേരുണ്ടാവും കേശവദാസപുരത്തെ വീട്ടിൽ. പക്ഷെ എനിക്കൊരു കസേര കൊണ്ടിട്ട് തരും സീനിയർ ലീഡേഴ്സിൻ്റെ ഒപ്പം. എന്നെ പുറത്ത് നിർത്താൻ അവർ സമ്മതിക്കില്ല. അപ്പം അങ്ങനെ എനിക്കൊരു എൻ്റെ കല്യാണത്തിനും അവർ രണ്ടുപേരും കണ്ണൂരിൽ നിന്ന് വന്നതാണ്, എൻ്റെ കല്യാണത്തിനും. അപ്പം അങ്ങനെ ഒരു ആത്മബന്ധം. അവരെ പൊളിറ്റിക്സിൽ രമേശിയുടെ വൈഫിനെ പോലെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ വൈഫിനെ പോലെയൊക്കെ അത്ര ഇൻവോൾവ് അല്ലെങ്കിൽ പോലും എനിക്ക് കിട്ടേണ്ട ബഹുമാനവും ആദരവും എല്ലായിടത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി. പിന്നെ ഇയാളോടുള്ള വെറുപ്പ് ഞാൻ മനസ്സിലാക്കിയത്, എന്നെ പുറത്താക്കിയതിൻ്റെ പിറ്റേ ദിവസം മത്സ്യവണ്ടിയിൽ ഇയാൾ പൈസ അടിച്ചുകൊണ്ട് പോയിന്ന് പറഞ്ഞിട്ട് 2-3 പ്രമുഖ വ്യക്തികളാണ് എന്നെ കാണാൻ വന്നത്. ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇയാള് AICC വന്ന പൈസ, അത് രമേശ് ചെന്നിത്തലയാണല്ലോ അന്ന് KPCC പ്രസിഡന്റ്. അപ്പൊ രമേശ് ഇലക്ഷന് മത്സരിക്കോ ആ ഒരു ഇലക്ഷന്റെ തിരക്കിലായിപ്പോയി. അപ്പൊ ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു. AICC വരുന്ന ഫണ്ടാണല്ലോ എല്ലാ കാൻഡിഡേറ്റും. ആ ഫണ്ടിന്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ അത് കറക്റ്റ് എനിക്ക് ആ ഫയൽ എൻ്റെ കയ്യിലുണ്ട്, തന്നതിന്റെ കോപ്പി ഉണ്ട് എൻ്റെ കയ്യിൽ. അത് ഞാൻ താങ്കൾക്ക് ഞാൻ ഫോർവേഡ് ചെയ്യാം. അത് വ്യക്തമായ തെളിവ് ഈ ഫണ്ട് ഇയാൾ മുക്കി എന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് കേട്ടറിവാണുള്ളത്, ഇവർ പറഞ്ഞ ഡീറ്റെയിൽസ് ആണുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മരട്ടിലുള്ള എൻ്റെ ടോക്കീസ് അയ്യപ്പ ടോക്കീസിൻ്റെ അവിടെയുള്ള ഞാൻ ചെറിയ വീടുകളിൽ എനിക്ക് ഒരുപാട് ആൾക്കാർ, ഞങ്ങളൊക്കെ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് പോകുന്ന ഒരാളാണ്. എൻ്റെ ഈ വീടിൻ്റെ അപ്പുറത്തെ റോഡ് അവിടെ എൻ്റെ ബ്രദറിൻ്റെ വീടാണ്. ഞങ്ങൾ 2.5 മാസം കോവിഡ് കാലഘട്ടത്തിൽ, അതായത് ഒരു വണ്ടി പോലും വിടാത്ത ആ കാലഘട്ടത്തിൽ ഞങ്ങളിവിടെ 2.5 മാസക്കാലം 3 നേരം അന്നം വിളമ്പിയൊരു വീടാണിത്. എന്നെ മനൂർ റോയും ഒരുപാട് സഹായിച്ചിരുന്നു. തേവട പോലീസ് അതുപോലെ കളക്ടർക്കെതിരെ കളക്ടർക്ക് പരാതി കൊടുപ്പിച്ചു ഇവിടുത്തെ ഒരു കൗൺസിലറെ കൊണ്ട് ഇത് നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ജില്ലാ കളക്ടറടക്കം തേവര സർക്കിൾ ഇൻസ്പെക്ടർ അടക്കം എല്ലാവരും. അവസാനം തേവര പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈകിട്ടത്തെ ഗുജറാത്തീസ് കൊണ്ട് കൊടുക്കുന്ന ചപ്പാത്തി അതുപോലുള്ള കാര്യങ്ങൾ, വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ ഇവിടെ എത്തിക്കുമായിരുന്നു പോലീസ് വണ്ടിയിൽ. അത്രയും നന്നായി ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ നന്മ ചെയ്യുന്നവരെ ഒരിക്കലും ദൈവം കൈവിടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം നല്ല നല്ല പ്രവർത്തികൾക്ക് എന്തായാലും തിരിച്ച് ഇവരൊക്കെ എന്ത് ചെയ്താലും ഇവർ നശിച്ചു പോകുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണും. ദുഷ്ടനുള്ള പ്രതിഫലം കാണുന്ന 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സകലരെയും വെട്ടിനിരത്തി ഒതുക്കിയ ഈ ഒതുക്കീശന് കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറയുന്നത് പോലെ ഇയാളുടെ ഒരു അവസാനം, അതായത് ഇപ്പോൾ
ഇവന്മാർ ഈ കന്നന്തിരിവ് കാണിക്കാതിരിക്കുമായിരുന്നെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സുവർണാവസരമായിരുന്നു ഈ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതിൽ വമ്പിച്ച തിരിച്ചടി ഏൽക്കും, ഇത് പാർട്ടിക്ക് കാര്യമായി ബ്ലീഡ് ചെയ്യുമെന്ന് മനസ്സിലായിട്ടും ഇയാൾ എന്തുകൊണ്ടാണ് ഇത്തരം ഈ കന്നന്തിരിവുകളും ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന, നശിപ്പിക്കുന്ന ആ ആന്റി ഇൻക്യുംബൻസി ഫാക്ടറിനെ ഡൈല്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട്? ഞാൻ അറിഞ്ഞത് ഫെബ്രുവരി 28 രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തെ ശാസിച്ചിട്ട് ഇദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവണ്ട എന്ന് ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ആ സ്വപ്നം പൊളിഞ്ഞു എന്ന് മനസ്സിലായി. അതിനു മുമ്പ് സെപ്റ്റംബർ 1 ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരിക്കലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവില്ല എന്ന്. അങ്ങനെ ഈ ഫെബ്രുവരിയിൽ ഈ കാര്യം അറിഞ്ഞ ഇയാള് ഈ ഇടതുപാളയത്തിലേക്ക് പോയി ഈ അച്ചാരം മേടിച്ചതിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയല്ലേ ഇയാള് ഈ പ്രവൃത്തി ചെയ്യുന്നത്? അല്ല, ഇപ്പൊ ഈ നിയമസഭയില് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ട് ശ്രീ എ കെ ആന്റണി തന്നെ അത് പൊളിച്ചടക്കി കൊടുത്തില്ലേ? ശ്രീ എ കെ ആന്റണിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അദ്ദേഹം വി ഡി സതീശന്റെ പല്ലടിച്ചു കൊടുത്ത അടിയല്ലേ അത്? ഇതിൽപ്പോ ഒരു നാണം കെട്ട ഒരു പ്രതിപക്ഷ നേതാവ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാപ്പ് പറഞ്ഞ് അതെ, ഏറ്റവും വലിയ രസം കേൾക്കണോ, ഈ അദ്ദേഹത്തിന്റെ കൂടെയുള്ള MLA എന്നോട് പറഞ്ഞെന്താ, അവരെല്ലാം ബാത്റൂമിൽ ഈ പുറത്ത് പോകുമല്ലോ ഇടയ്ക്ക്, ആ സമയത്ത് ആരുമില്ല പുറകിലത്തെ ബെഞ്ചിലൊന്നും, ആ സമയത്താണ് മാപ്പ് പറഞ്ഞത്. അത്രയ്ക്കും തന്ത്രശാലിയാണ്, മനസ്സിലായോ? എല്ലാ മാധ്യമങ്ങളിലും ഇയാൾ ആ മാപ്പ് പറയുന്ന, ഞാൻ മാപ്പ് പറയുന്നു എന്നുള്ള ഭാഗം ഒരു ചാനലുകളിലും വന്നില്ല. ഇത് വെട്ടി നിയമസഭാ TV-ന്ന് ഞങ്ങൾ ആ വിഷ്വൽ എടുത്തത് സഭാ TV-യിൽ നിന്നും ആ വിഷ്വൽ എടുത്താണ്. ബാക്കി എല്ലാ മാധ്യമങ്ങളിൽ നിന്നും ഇയാൾ ആ മാപ്പ് പറയുന്ന ആ പോർഷൻ വെട്ടിക്കളഞ്ഞു. ഇയാളെക്കാളും എത്രയോ ജൂനിയറായ ആ ഷംസീർ എന്ന് പറഞ്ഞ സ്പീക്കർ ഇദ്ദേഹത്തെ നല്ലതാ ഇങ്ങനെയുള്ള, പക്ഷെ വളരെ മാന്യമായിട്ട് ഇവന്റെ പള്ളക്ക് കൊടുക്കുന്നത് അതും ഇവർ കട്ട് ചെയ്തു. പക്ഷെ ഇത്രയും നാണം കെട്ട ഗതികെട്ട ഒരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായി. അല്ല, എന്നൊരു വിശദീകരണം പോലും ചോദിക്കാതെ ഇയാളുടെ ആ ഒരു എന്താ പറയാ ആ അധിനിവേശത്തിന്റെ പുറത്തന്നെ അങ്ങോട്ട് പുറത്താക്കിയില്ലേ. അപ്പൊ സ്മൃതി പരുത്തിക്കാട് പറയുകയാണെ, കേരളത്തിലെ അപർണക്കുറിപ്പ് അടക്കം ഒരുപാട് വിഷമത്തിലായിപ്പോയി. പലരും എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ അങ്ങനെ വലിയ മീഡിയ ഇതായിട്ട് വലിയ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല, എൻ്റെ പ്രവൃത്തികൾ ചെയ്യും, അതിനുള്ള പ്രതിഫലം ദൈവം തരും എന്ന് വിശ്വസിക്കുന്ന ഒരു പിതാവിൻ്റെ മകളാണ്. അപ്പോൾ ഈ സ്മൃതി പറയുകയാണെ, സിമി റോസ്ബലിന്റെ വിഷയം ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന്. സിമി റോസ്ബൽ എന്തോ മഹാ അപരാധം ചെയ്ത പോലെയാണ്. ഞാൻ എന്താ ഏതെങ്കിലും സ്ത്രീയെ കുറിച്ച് മോശം പറഞ്ഞോ? ജെബി മേത്തറെ കുറിച്ച് മോശം പറഞ്ഞോ? ഈ ദീപ്തി മേരി വർഗീസിനെ കുറിച്ച് മോശം പറഞ്ഞോ? ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവര് മാനനഷ്ട കേസിന് 2 കോടിക്ക് ഫയൽ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലാതെ ഞാൻ ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല. തമാശല്ല. ഈ പലരുടെയും കുടുംബം നശിച്ചേക്കുന്ന ഒന്നും ലിവിങ് ടൂതറോ അല്ലാത്ത തരത്തിൽ ഈ മീഡിയ ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ മോശം പേരുള്ള ചില വ്യക്തിത്വം, നമ്മളിപ്പോൾ പേര് പറയുന്നില്ല, ഇത്തരത്തിലുള്ള പലരുടെയും ജീവിതം നശിച്ചേക്കുന്ന ഇവരുടെ പുറകെയും ഇയാൾ നടക്കുകയാണ്. ഈ മാന്യൻ ഈ രാഹുലിനെതിരെ ഇത്രയും നടപടിയെടുത്തു, ആദർശ സ്വഭാവശുദ്ധിയുടെ അപ്പോസ്തോലനായിട്ട് കളിക്കുന്ന ഇവൻ ഇതുപോലുള്ള ചിലവരുടെ പുറകെ അളിഞ്ഞ് നടന്ന സകല ഡീറ്റെയിൽസും, അത് തെരഞ്ഞെടുപ്പ് ആകാറാകുമ്പോഴത്തേക്കും അത് ആൺപിള്ളേർ ആ സാധനങ്ങൾ പുറത്തുവിടും. ഇവന്റെ സകല നാരത്തരങ്ങളും ഈ വി ഡി സതീശന്റെ അവർ പുറത്തുവിടും. അവർക്ക് വാഗ്ദാനം കൊടുത്ത് അവരെ ഇയാൾ പാട്ടിലാക്കിയത് ഇപ്പോൾ ഇടതുപക്ഷത്തെ ഒരു വകുപ്പ് മന്ത്രിയാക്കിയതുപോലെ മീഡിയ രംഗത്ത് നിന്നുള്ള ഒരാളാണ്. ഇതുപോലെ നിന്നെ ഞാൻ വളർത്തും, ഇതുപോലെ നിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഇതുപോലെ പലരെയും ഇതുപോലെ പാട്ടിലാക്കി അവരിത് വിശ്വസിച്ച് ഇയാളുടെ വലയിൽ വീണ് ഇയാൾക്ക് വേണ്ടിയിരുന്ന് മാധ്യമങ്ങളിലിരുന്ന് പലതരത്തിലുള്ള സംസാരവും സംസാരിച്ചിട്ടുണ്ട്. അത് ആദ്യം തന്നെ പറയാണ്, ഒരു പാനലിൽ സംസാരിക്കാൻ വന്നിരിക്കുകയാണ് വിളിച്ചിരിക്കുന്നത്, ന്യൂസ് 24-ലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വിളിച്ചിരിക്കുന്നത് സതീശൻ പറയുന്ന ആളുകളെ വിളിക്കുന്നത്, ഈ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഈ അടുത്ത് ഞാൻ കണ്ടത് ഒരു ജോർജ് പൊടിപ്പാറ, പിന്നെ റോയ് മാതി, ഇവരൊക്കെ സതീശനെ എല്ലാവരും ഭയപ്പെടുന്നു, സതീശൻ മുഖ്യമന്ത്രി ആവാനെ പേടിക്കുന്നു. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെ എന്ത് ഭയപ്പെടാനാണ്? ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടി സാറിനെ പോലെ നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന സ്നേഹവും കരുണയും ആർദ്രതയുമുള്ള ഇത്രയോ നേതാക്കളുണ്ട് ഇല്ല. ഇവൻ രമേശ് ആരുടെങ്കിലും മോശമായിട്ട് ഒരു പരിധി വരെ KC ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ KC ഒരാളെയും പട്ടിയെ പോലെ ആട്ടുന്നത് ഞാൻ എൻ്റെ അദ്ദേഹത്തോടൊപ്പം ഞാൻ പ്രവർത്തിച്ച 12 വർഷം ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ ആളുകൾ അപമാനിക്കുന്ന ഒരു നേതാവിന് എങ്ങനെയാണ് അവിടുന്ന് ജയിച്ചു വരാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന് സാധ്യതയില്ല. അതായത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പൊ യുവ നേതാക്കൾക്ക് സീറ്റ് കൊടുത്ത് ഇവർ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ യുവ നേതാക്കളെല്ലാം വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരികയും ഈ നാണം കെട്ടവൻ പറവൂരിൽ നിന്ന് കെട്ടിവെച്ച കേസ് കിട്ടാതെ തോക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാനുള്ള വലിയൊരു സാധ്യത കാണുന്നു.
അപ്രകാരം സംഭവിച്ചാൽ ഇവന്റെ എന്താ പറയുന്നത്, ദൈവം നമുക്ക് വേണ്ടി നീക്കി വെച്ച ഒരു കാവ്യനീതി നമുക്ക് കാണുവാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിൽ, നമ്മുടെ സമീപ പ്രദേശത്ത് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത, ആ ഒരു ഹീറ്റ് കിട്ടുന്നുണ്ടോ നമുക്ക്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അവിടുത്തെ പറവൂരിലുള്ളവരായാലും ഞാൻ പറഞ്ഞില്ലേ, ഈ വത്സല പ്രസന്നകുമാർ എല്ലാവരും, എല്ലാ ലീഡേഴ്സായിട്ട് മത്സരിച്ചവർ, മത്സരിക്കാത്തവർ, സ്ഥാനമോഹികൾ എല്ലാവരും പറയുന്നത് ഇയാൾ അവിടെ ജയിക്കുന്നത് BJPയുടെ CPMന്റെ വോട്ട് കൊണ്ടാന്നാ ജയിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണല്ലോ കോൺഗ്രസ്സുകാരുടെ നിന്റെ ഒന്നും വോട്ട് എനിക്ക് വേണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ പുള്ളി നിൽക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇവരുടെ ഈ പാർട്ടി ഇയാൾ സേഫാ. അതെ, ഇദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ അത് നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. കാരണം 2020 എൻ്റെ അമേരിക്കയിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ ഈ 2020 സാബുവിൻ്റെ. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞത് PT തോമസിനെതിരെ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, 15,000 വോട്ട് പിടിച്ച്. ഇവിടെ നിർത്തിയില്ല, അവിടെ പോയി അദ്ദേഹത്തിൻ്റെ അച്ഛനോട് ഏറ്റവും കടപ്പാടുള്ള ഒരു ജേക്കബ് ചെറിയാനുണ്ട്, ഡോക്ടർ PC അലക്സാണ്ടറിൻ്റെ മരുമകനാണ്. അദ്ദേഹത്തെ കൊണ്ട് ചെന്നിട്ട് അവിടെ കാൻഡിഡേറ്റിനെ നിർത്തിയില്ല. കാരണം ഈ കാൻഡിഡേറ്റിന് നിർത്തിയ 15,000 വോട്ടിൽ തോക്കും, അവർ പിടിക്കും, അവരുടെ കാൻഡിഡേറ്റ് പിടിക്കും. കാരണം PT-ക്കെതിരെ പിടിച്ചതാണ്. PT-യെ പോലെ ഒരു നല്ല മനുഷ്യനെതിരെ വോട്ട് പിടിക്കാമെങ്കിൽ അങ്ങനെ ഇയാൾക്ക് അറിയാം. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ അണികളെ കൊണ്ടോ ഇയാൾക്ക് ആരും വേണ്ട. ഇയാളുടെ കയ്യിൽ കുറേ പൈസയുണ്ട്, മീഡിയാസിനെ വിലക്ക് വാങ്ങിക്കാം, മീഡിയാസ് ഇയാൾ പറയുന്ന ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കും. എൻ്റെ ഇന്ത്യയിൽ 100 പേര് 100 ചാനലുകൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ആ വിഷയമാണ് സ്മൃതി പറയുന്നത്. ഇത് വിഷയമേ അല്ലാന്ന്, ഞാൻ പാർട്ടി പ്രവർത്തിക്കണ്ടെന്ന് സ്മൃതി പറയുക അയാളോട്. ആരാണ് കേക്കച്ചൻ പരമ്പരയുടെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നാളെ 3ാം ഭാഗം. സ്വന്തം മകളുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാത്ത കേക്കച്ചൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.